അപ്പൊ നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ജനറേറ്റീവ് ഫംഗ്ഷൻ ടു സോൾവ് ദ റെക്കറൻസ് റിലേഷൻ. നേരത്തെ നമ്മൾ റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്തു. അവിടെ എന്താ ചെയ്തേ? അവിടെ നമ്മൾ CR⁻n എന്ന് എടുത്തു, പിന്നെ അതെല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സികളെല്ലാം വെട്ടി, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ കിട്ടി, തേർഡ് ഡിഗ്രി ഇക്വേഷനെ കിട്ടി, അതിന് സൊല്യൂഷൻസ് കിട്ടി. അവിടെ തന്നെ ഹോമോജീനസ് ചെയ്തു, നോൺ ഹോമോജീനസ് ചെയ്തു, അങ്ങനെ ചെയ്തു നിന്നു. ഇവിടെ യൂസിങ് ദ ജനറേറ്റീവ് ഫംഗ്ഷൻ സ്പെഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? യൂസ് ജനറേറ്റീവ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 3ak-1 അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ak-3ak-1 ഈക്വൽ ടു 0 എന്ന് വന്നു. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ak കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറേറ്റീവ് ഫംഗ്ഷൻ ആണ് g(x). ഓക്കെ, അപ്പൊ ഇതെല്ലാത്തിലും സെയിം ആട്ടോ. g(x) ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞെടുക്കുന്നു? സമ്മേഷൻ k ഈക്വൽ ടു 0 to infinity ak(h)k. അങ്ങനത്തെ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതിക്കൂടെ? ആർക്ക് വേണമെങ്കിലും എഴുതിക്കൂടെ? ഇനി അടുത്തത് 3ak-1 കറസ്പോണ്ടിങ് ആയിട്ട് g(x) ആണ് നമ്മൾ എടുക്കുക. അതെങ്ങനെ വരിക? സമ്മേഷൻ k ഈക്വൽ ടു 0 to infinity ak ഇൻറ്റു h. ഒരെണ്ണം ഇവിടെ കൂടുതലല്ലേ, അപ്പൊ ഞാൻ എന്ത് എഴുതി? h(k+1) എഴുതി. എനിക്ക് h(k) തന്നെയാണ് ആവശ്യം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? സമ്മേഷൻ k ഈക്വൽ ടു എന്ത് കൊടുക്കാം? ഇവിടെ ഒന്ന് കൂട്ടി, കൂട്ടിയപ്പോ k ഈക്വൽ ടു 1 to infinity എന്ന് വന്നു. ഇവിടെ ഒന്ന് കുറച്ചു, അപ്പൊ ak-1 h(k) എന്ന് വന്നു. അപ്പൊ ഇത് രണ്ട് സെയിം ആണോ തോന്നുന്നുണ്ടോ? നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോ അത് ആണോ അല്ലേ എന്നുള്ള ഡൗട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാനത് സെയിം ആന്ന് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ k 0 വരുമ്പോ a0x പ്ലസ് അടുത്ത ടേം വരുമ്പോ a1x², അടുത്ത ടേം വരുമ്പോ a2x³ ആണ് ആദ്യത്തേല് നമുക്ക് കിട്ടുന്നത്, പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോയി. ഇനി ഇവിടെ നോക്കുമ്പോ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ k 1 കൊടുക്കുമ്പോ a0x പ്ലസ് a1x². അപ്പൊ രണ്ടും എന്തുതന്നെയാണ്? സെയിം ആണ്. കാണുമ്പോ അത് അങ്ങനെയല്ല എന്ന് തോന്നിയാലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ട് കാര്യങ്ങളും ഇവിടെ സെയിം ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് ak-3ak-1 ആണല്ലോ. അപ്പൊ ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറേറ്റീവ് ഫംഗ്ഷൻസ് എന്താണ്? g(x) മൈനസ് h(g) ഈക്വൽ ടു g(x) എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വന്നു? സമ്മേഷൻ k ഈക്വൽ ടു 0 to infinity ak(h(k) എന്ന് വന്നു, മൈനസ് h(g) അല്ല ഇവിടെ ഉള്ളത്, പകരം എന്താ? 3ak-1 ആണുള്ളത്. അപ്പൊ നമ്മളിവിടെ 3നെ കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 3 ഇൻറ്റു എന്ത് വന്നു? സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ak-1 h(k). ഇനി എന്റെ അടുത്ത പ്രോബ്ലം എന്താ വെച്ചാ, ഇവിടെ k ഈക്വൽ ടു 0 to infinity, ഇവിടെ k ഈക്വൽ ടു 1 to infinity. അപ്പൊ എനിക്കിത് k ഈക്വൽ ടു 1 to infinity ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ ആദ്യം k-ന് വാല്യൂ കൊടുക്കാണ്. k-ന് വാല്യൂ കൊടുക്കുമ്പോ ആദ്യത്തെ വാല്യൂ ആണ് 0. അപ്പൊ a0x⁻0, h⁻0ന്റെ വാല്യൂ 1 ആണെന്നറിയാം. ഏത് നമ്പർ (0) എന്ന് പറഞ്ഞാലും അത് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? a0 പ്ലസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ak(h)k. ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതി. മൈനസ് 3 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ak ഇൻറ്റു എന്ത് വന്നു? ak-1 ഇൻറ്റു h(k) എന്ന് വന്നു. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? a0ന്റെ വാല്യൂ അവര് നമുക്ക് തന്നിട്ടുണ്ട്. a0ന്റെ വാല്യൂ എന്താണ്? ഇതിപ്പോ ഇങ്ങനെ ആയാലും a0ന്റെ വാല്യൂ എന്താണ്? 2 എന്നാണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ എനിക്ക് എന്ത് കിട്ടി? 2 പ്ലസ് ഇവിടെ h(k) കോമൺ ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ak-3ak-1 h(k). ak-3ak-1ന്റെ വാല്യൂ ആണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത്. അതെന്താണ്? 0 ആണ്. അപ്പൊ ആ ടേം മൊത്തം എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. അപ്പൊ എനിക്ക് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ നിക്കണേ? g(x) മൈനസ് 3h(g) എന്നാണ് നിക്കണത്. അപ്പൊ അവിടെ ഞാൻ g(x)നെ കോമൺ ആയി എടുത്തപ്പോ എനിക്ക് എന്ത്
1 മൈനസ് 3x ഈക്വൽ ടു 2 എന്ന് വന്നു. അപ്പൊ ഇവിടുന്ന് g of x ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x എന്ന് വന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ 1 മൈനസ് 3x മുകളിലേക്ക് എടുത്തു കൊണ്ടുപോകുമ്പോ 1 മൈനസ് 3x റേസ് ടു മൈനസ് 1 എന്ന് വന്നു. ഇനി നോക്കിയേ, 1 മൈനസ് x റേസ് ടു മൈനസ് 1ന്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്നല്ലേ? ഇവിടെ നമുക്ക് എക്സിന് പകരം ആരുള്ള 3x ആണുള്ളത്. അപ്പൊ ഞാൻ 3x കൊടുക്കുന്നു. 1 പ്ലസ് 3x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x ക്യൂബ് പ്ലസ് എക്സെട്ര. കഴിഞ്ഞു. ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഒന്നും കൂടി പറയാച്ചാ എന്താണ്, ആദ്യം ഞാൻ ഈ ടേംസിനൊക്കെ ഈക്വൽ ടു 0 കൊടുത്തു. g of x എന്ന് പറഞ്ഞ സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a k x റേസ് ടു k. ഇത് ഒന്നുമില്ല, ഇതെല്ലാത്തിൽ അത് തന്നെയാണ് എഴുതുക. പിന്നെ a k മൈനസ് 1 കറസ്പോണ്ടിങ് ആയിട്ട് x g of x എടുത്തു. അപ്പൊ ഈ ഒരു എന്താണ് നമുക്ക് തന്ന റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ g of x മൈനസ് 3x g of x ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പുറത്ത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വാല്യൂ ആയ 0 കൊടുത്തു. അപ്പൊ എനിക്ക് a0 പ്ലസ് സമ്മേഷൻ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ബാക്കിയൊക്കെ അതുപോലെ എഴുതി. ഇവിടെ x റേസ് ടു k എന്ന് പറഞ്ഞ ടേംസ് കോമൺ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? x റേസ് ടു k കോമൺ ആയി എടുത്തപ്പോ ak മൈനസ് 3 ak മൈനസ് 1 വന്നു. ഈ വാല്യൂ 0 എന്നറിയാം. അപ്പൊ g of x കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 3x എന്ന് ഇപ്പുറത്തെ വരും. ഇത് ഫുള്ള് 0 ആയി. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇപ്പൊ കണ്ട ആള് എന്ന് പറഞ്ഞ എന്താണ്? ഇപ്പൊ ശരിക്കും എന്താ കിട്ടിയേക്കണേ? ആദ്യം ഇൻറ്റു ആദ്യം നമുക്ക് എന്താ ഉണ്ടായിരുന്നത്? 3 raised to 0 x raised to 0 അല്ലെ? സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 raised to k x raised to k എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. നോക്കിയേ, ആദ്യം 3 raised to 0 1 x raised to 0 1. പിന്നെ 3കൾ എന്തുണ്ടായി? ആദ്യം 3 1 ആയി, പിന്നെ 3 സ്ക്വയർ ആയി, പിന്നെ 3 ക്യൂബ് ആയി. എക്സിന്റെ കേസിൽ എന്തുണ്ടായി? ആദ്യം x raised to 0 ആയിരുന്നു, പിന്നെ x raised to 1 ആയി, പിന്നെ x raised to 2 ആയി, പിന്നെ x raised to 3 ആയി. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2 ടൈംസ് സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 raised to k ഇൻറ്റു x raised to k ലേക്ക് നമ്മൾ എത്തി. ഇതേ മോഡൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനില് എന്ത് വന്നു? നമ്മുടെ മെയിൻ എയിം എന്തായിരുന്നു? ഈ ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് ആയോ? നമ്മുടെ മെയിൻ എയിം എന്തായിരുന്നു? ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എക്കയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. എക്കയുടെ വാല്യൂ ഇപ്പൊ എന്താന്ന് കിട്ടി? ak ഈക്വൽ ടു 2 ഇൻറ്റു 3 raised to k. ഇത് എവിടെ നിന്ന് എനിക്ക് വന്നേ? നമ്മൾ എവിടുന്ന് തുടങ്ങിയേ? g of x ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ak x raised to k. ഇവിടെ നമ്മുടെ akന്റെ ആണ് നമ്മൾ ചെയ്ത് വന്നപ്പോ ഈ 2ന് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു 3 raised to k x raised to k. അപ്പൊ നമ്മളുടെ ആ akയുടെ സ്ഥലത്ത് എന്താണ് ഇപ്പൊ നിൽക്കുന്നത്? 2 ഇൻറ്റു 3 raised to k ആണ് നമുക്ക് നിൽക്കുന്നത്. അപ്പൊ അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രോബ്ലം അവസാനിപ്പിച്ചു. ഇതേ അടുത്തത് സെയിം മോഡൽ തന്നെ. ഈ ക്വസ്റ്റ്യൻ ak ഈക്വൽ ടു 7 ak മൈനസ് 1 ആണ്. അപ്പൊ ഞാൻ g of x ആയിട്ട് എന്തെടുത്തു? സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ak x raised to k എന്നെടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എനിക്കുള്ളത് 7 ak മൈനസ് 1 ആണ്. അപ്പൊ x g of x എടുക്കുമ്പോ സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ak x raised to k വൈറ്റ് ആയതുകൊണ്ടാണ് ഇത് കാണാത്തത്. സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ak x raised to k പ്ലസ് 1 എടുത്തു. അപ്പൊ നമുക്ക് എനിക്ക് x raised to k ആണ് ആവശ്യം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് കൂട്ടി അവിടെ ഒന്ന് കുറച്ചു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ak മൈനസ് 1 x raised to k എന്ന് കിട്ടി. എനിക്ക് ഇവിടെ ആവശ്യമുള്ളത് ak മൈനസ് 7 ak മൈനസ് 1 ആണ്. അത് ഈക്വൽ ടു 0 ആണെന്ന് എനിക്കറിയാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ് എന്ത്? g of x മൈനസ് 7x g of x.
അപ്പോ ഇതിന് ഞാൻ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സമ്മേഷൻ k equal to 0 to infinity ak x raised to k minus 7 into x g of x ന് പകരം ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സമ്മേഷൻ k equal to 1 to infinity ak minus 1 x raised to k. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ k equal to 0 to infinity ആണ്. ഇവിടെ നോക്കുമ്പോൾ k equal to 1 to infinity ആണ്. അപ്പൊ k equal to 0 to infinity നെ 1 to infinity ആക്കണമെങ്കിൽ ആദ്യം k ന് വാല്യൂ കൊടുക്കണം. k ന് വാല്യൂ കൊടുക്കുമ്പോൾ k ന് 0 കൊടുക്കുമ്പോൾ എന്ത് വന്നു a naught into x raised to 0. x raised to 0 ന്റെ വാല്യൂ 1 ആണ്. സോ a naught plus summation k equal to 1 to infinity ak x raised to k എന്ന് കിട്ടി. ഇത് അതേപോലെ തന്നെ എടുത്ത് എഴുതി. ഇനി ഇതിൽ x raised to k കളൊക്കെ കോമൺ ആണ്. അപ്പോൾ ബാക്കിയുള്ളത് സമ്മേഷൻ k equal to 1 to infinity ak minus 7ak എന്ന് വന്നു. ഇതിന്റെ വാല്യൂ 7ak minus 1 കണ്ടോ, ഇവിടെ ak minus 1 എന്നുണ്ട് കേട്ടോ. ak minus 7ak minus 1 ഉണ്ട്. ഈ വാല്യൂ എന്താണ്, നമുക്ക് 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് 0 ആയിപ്പോയി. അപ്പൊ ഇനി ബാക്കിയുള്ളത് g of x ആണ്. അപ്പൊ g of x നെ കോമൺ ആയി എടുത്തു. അപ്പൊ 1 minus 7x equal to 5 എന്ന് കിട്ടി. ഈ ടേം ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ 5 by minus 7x എന്ന് കിട്ടി. ഈ ടേമിന് ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, 1 minus 7x raised to minus 1. എനിക്ക് 1 minus x raised to minus 1 ന്റെ എക്സ്പാൻഷൻ അറിയാം. 1 plus x square plus x cube ആണ്. അപ്പൊ ഇവിടെ x ന് പകരം ആരാണ് ഇരിക്കുന്നത്, 1 plus 7x plus 7x square 7x cube. ആദ്യം 7 എന്തായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 7 എന്താ ഉണ്ടായേ, 1 ആയി. പിന്നെ 7 2 ആയി. പിന്നെ 7 3 ആയി. അപ്പൊ 5 into summation k equal to 0 to infinity 7 raised to k x raised to k എന്നുള്ളത് നമുക്ക് കിട്ടി. ഇതുവരെ എത്തി. ഇനി നമുക്ക് കമ്പയർ ചെയ്യണ പരിപാടിയുള്ളൂ. അതായത് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, g of x equal to summation k equal to 0 to infinity ak x raised to k എന്നായിരുന്നു. അപ്പൊ ആ akയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് 5 into 7 raised to k എന്നാണ്. അപ്പൊ ak equal to 5 into 7 raised to k. ഇതിന്റെ നോട്ടിൽ തെറ്റ് വന്നിട്ടുള്ളത് എവിടെയാണ്, ഇവിടെ ഞാൻ ak minus 1 എഴുതിയിട്ടില്ല. ak minus 7 ak minus 1 എന്ന് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് ഹോമോജീനസ് അല്ല കണ്ടിരുന്നേ. അപ്പൊ അതേ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്. ആ 0ന് പകരം നമുക്ക് എന്താ തന്നിട്ടുള്ളത്, 10 raised to k minus 1 എന്നാണ് തന്നിട്ടുള്ളത്. കണ്ടോ, 10 raised to k minus 1. ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ. g of x equal to summation k equal to 0 to infinity ak x raised to k എന്ന് കൊടുത്തു. x g of x എന്ന് പറയുമ്പോൾ summation k equal to 0 to infinity ak ഒരു x കൂടുതലാണ്. അപ്പൊ x raised to k plus 1. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 1 കൂട്ടുന്നു, ഇവിടെ 1 കുറയ്ക്കുന്നു. അപ്പൊ summation k equal to 1 to infinity ak minus 1 x raised to k. എനിക്കിപ്പോ വേണ്ടത് ak minus 8 ak minus 1 ആണ് വേണ്ടത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് g of x minus 8x g of x ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് വന്നു, ആദ്യം k ന് 0 കൊടുത്തു. k ന് 0 കൊടുത്തപ്പോ a naught into x raised to 0. x raised to 0 ന്റെ വാല്യൂ 1 ആണ്. a naught പ്ലസ് അടുത്തത് സമ്മേഷൻ k equal to 1 to infinity ak x raised to k. ബാക്കി അതുപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ നോക്കുക, x raised to k ന്റെ കോഎഫിഷ്യൻസ് നമ്മൾ എഴുതുമ്പോ ak minus 8 ak minus 1 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ നേരത്തെ 0 ആയിരുന്നു, പക്ഷെ ഇപ്പൊ 0 ആണെന്ന് പറയാൻ പറ്റുമോ, നേരത്തെ പോലെയല്ല. ak minus 8 ak minus 1 ചെയ്യുന്ന സമയത്ത് 10 raised to k minus 1 x raised to k എന്നാണ് നമുക്ക് കിട്ടണത്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ 10 raised to k minus 1 x raised to k. അതുപോലെ a നോട്ടിന്റെ വാല്യൂ എന്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ 1 കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കാണ് 10 ഇവിടെ ഇപ്പൊ എന്താണുള്ളത്, ഇവരുടെ പവേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്. എനിക്ക് അവിടെ x raised to k minus 1 വരണം. അപ്പൊ അവിടെ നിൽക്കുന്നത് x raised to k ആണ്. അപ്പൊ x raised to k minus 1 വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, x raised to k എന്ത് ചെയ്യണം, അപ്പൊ അവിടെ x raised to k ആണല്ലോ.
അപ്പൊ അതിന് ഞാൻ x⁻⁻1 into h എന്ന് എഴുതി. ഈ h ന് ഞാൻ എടുത്ത് എന്ത് ചെയ്തു? x⁻k ന് ഞാൻ എങ്ങനെ എഴുതി? x⁻k−1 into h എന്ന് എഴുതി. ഈ h ന് ഞാൻ പുറത്തെടുത്തു. അപ്പൊ summation k equal to 1 to infinity 10⁻k−1 into x⁻k−1 എന്ന് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി ഒന്ന് കൊടുത്തു നോക്കാം ശരിക്കും കിട്ടുന്നുണ്ടോന്ന്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു ജസ്റ്റ് ഒരു ട്രൈ ആണ്. g(x) minus 8x g(x) equal to എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1 plus summation k equal to 1 to infinity 10⁻k−1 into h⁻k. ഓക്കെ, ഇത് ഞാൻ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു സ്റ്റെപ്പ് ഓർത്തിരിക്കാനൊന്നും എളുപ്പമൊന്നുമല്ല. അപ്പോൾ 1 പ്ലസ് ഞാൻ ആദ്യം കെന് വാല്യൂ കൊടുക്കുമ്പോൾ 1 - 1 0 എന്ന് വന്നു. x⁻0 അതും എന്ത് തന്നെയാണ്? x⁻0 അല്ല, ഇവിടെ 0 അല്ല, ആദ്യത്തെ വാല്യൂ 1 ആണ്. സോ ഇവിടെ എന്ത് വന്നു? x വന്നു. അടുത്തത് ഞാൻ കെന് 2 കൊടുക്കുമ്പോൾ 10x² എന്ന് വന്നു. അടുത്തത് കെന് വാല്യൂ കൊടുക്കുമ്പോൾ 10² x³ എന്ന് വന്നു. അപ്പോ നമുക്കത് ആലോചിക്കാൻ വേണ്ട കേട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വാല്യൂ കെന് 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയാണ് എക്സ്പാൻഷൻ കിട്ടിയത്. ഇതില് ആരാണ് കോമൺ ആയിട്ടുള്ളത്? എല്ലാ ടേമിലും എക്സ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അതിന് ഞാൻ എഴുതിയപ്പോ 1 + 10x + 10² plus 10 അങ്ങനെ പോവാണ്. അതായത് ഇതാരാണ് ശരിക്ക്? 1 + x into ഇങ്ങനെ നമ്മള് എക്സ്പാൻഷൻ ആരുടെ എഴുതാറാ? 1 + 10x⁻⁻1. എല്ലാ ടേംസും പോസിറ്റീവ് വരണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നെഗറ്റീവ് വരണം, അവിടെ നെഗറ്റീവ് വരണം. അപ്പൊ ഇത് ശരിക്കും നമുക്ക് എന്താ കിട്ടിയേക്കണേ? 1 + x / 1 - 10x. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 - 10x plus x / 1 - 10x. അപ്പൊ നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് 1 - 9x / 1 - 10x എന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അതുവരെ എത്തി. എവിടെ വരെ എത്തി? 1 - 9x / 1 - 10x. അപ്പൊ ഇതെല്ലാം ഒരു സൈഡാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പുറത്തെ സൈഡിലൊരു സംഭവം എടുക്കണ്ടല്ലോ, g(x) into 1 - 8x ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യുന്നു? അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ g(x) equal to 1 - 9x divided by 1 - 10x into 1 - 8x എന്ന് വന്നു. ഇങ്ങനെയൊക്കെ ഫങ്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യണം. അപ്പൊ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 - 9x divided by 1 - 10x into 1 - 8x എന്ന് എഴുതുന്നു. അപ്പൊ അവിടെ നിന്ന് എന്ത് വരുന്നു? a divided by 1 - 10x plus b divided by 1 - 8x. ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഇപ്പൊ നോക്കൂ, ഞാൻ എന്ത് ചെയ്യണോ വെച്ചാ ഇതുവരെയുള്ളത് കളയാം. ഇനി എന്താ ചെയ്യണ്ടേ വെച്ചാലേ, ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്? 1 - 9x divided by 1 - 10x into 1 - 8x എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിന് തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? a by 1 - 10x plus b divided by 1 - 9x. ഓക്കെ, അപ്പൊ ഞാന് ഇവിടെ ഉള്ളത് ആരാ? 1 - 10x ആണ് ഉള്ളത്. ഇല്ലാത്തത് ആരാ? 1 - 8x. ഇവിടെ 9x അല്ല, 1 - 8x. അപ്പൊ ഇല്ലാത്ത ആളെ ഞാൻ എന്ത് ചെയ്തു? അവിടെ മുകളിൽ എഴുതി 1 - 8x plus b into ഇവിടെ ഉള്ളത് 1 - 8x ആണ്. ഇല്ലാത്തത് ആരാ? 1 - 10x. അതെന്താ അർത്ഥം വെച്ചാ ഇവിടെ മുകളില് 1 - 8x മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ ഇവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒക്കെ എന്തായി? ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്? ഇല്ലാത്ത ആളേനെ മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പൊ മുകളിൽ എന്തുണ്ട്? 1 - 9x. ഞാന് എന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ എനിക്ക് കമ്പയർ ചെയ്യുന്ന കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ചെയ്തിട്ട് എന്റെ ബിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം?
ഇതിൽ ചെയ്ത പോലെ നമുക്ക് കമ്പയർ ഇക്വേറ്റിന്റെ കോഎഫിഷ്യൻസ് ഓൺ ബോത്ത് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. അതെടുത്തിട്ട് നമ്മൾ എവിടെ കൊടുക്കേണ്ടി വരും, അതെടുത്തിട്ട് നമ്മൾ സൈമൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. അങ്ങനെ രണ്ട് രീതിയിലാണ് ഈ സാധനം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോ കമ്പയറി കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേമിന് ഇല്ലാണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയും ബിന്റെയും എളുപ്പത്തിൽ ഞാൻ രണ്ടും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഏതാ ലാഭം എന്ന് നിങ്ങളെല്ലാം സെലക്ട് ചെയ്തോളൂ. ആദ്യം ഞാൻ കമ്പയറിങ് കോൺസ്റ്റന്റ്. അപ്പൊ കമ്പയറിങ് കോൺസ്റ്റന്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ ആരാണ്, a പ്ലസ് ബി. ഓക്കെ, ഞാൻ അടുത്ത ഒരു ഇക്വേഷന് കിട്ടി. അടുത്ത ഇക്വേഷന് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പയറിങ് ഫസ്റ്റ് ഡിഗ്രി ചെയ്യുമ്പോൾ ഇവിടെ -9 ആണ്, മറ്റോടത്തുള്ളത് -8a -10b. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. സൈമൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും, ബാക്കിയുള്ളത് വരും. നമ്മൾ സൈമൽ ഇക്വേഷനിൽ കൊടുക്കുമ്പോ ഇപ്പൊ എന്ത് വരും, എന്റെ വാല്യൂ 1/2 ആൻഡ് ബിന്റെ വാല്യൂ 1/2 നമുക്ക് കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്. ആ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 9x എന്തായിരുന്നു, a ഇൻറ്റു അവിടെ എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നെ, a ഇൻറ്റു ഇവിടെ ഉള്ളത് a ഇൻറ്റു 1 - 8x പ്ലസ് b ഇൻറ്റു 1 - 9x. മറ്റേ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടേം 0 ആക്കാൻ വേണ്ടിയിട്ട് എക്സിന് എന്ത് കൊടുത്താൽ മതി, എക്സിന് 1/2 കൊടുക്കുകയാണെങ്കിൽ 1 - 1 0 എന്ന് വരും. അപ്പൊ ഞാൻ എക്സിന് 1/8 കൊടുക്കുമ്പോൾ 1 - 9/8 ഇവിടെ 1/8 കൊടുക്കുമ്പോൾ 1 - 1 0 ആയി. ഇവിടെ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ 1 - 9/8 അല്ലേ. 1 - 9/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 8 - 9 -1 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു ബി ഇൻറ്റു ഇവിടെയും ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് എന്ത് കിട്ടും, 8 മൈനസ് 1 - 9/8. ഒന്നുകൂടി നോക്കാം, എക്സിന് 1/8 കൊടുത്തപ്പോൾ ഈ ടേം മൊത്തം പോയി. ഇനി ഇവിടെ ഉള്ളത് ഇതാണ് 1 - 9x. അതന്നെയല്ലേ, ഇവിടെ ഇത് തെറ്റിയിട്ടില്ലല്ലോ. 1 - 9x ഈക്വൽ ടു a ഇൻറ്റു 1 - 8x പ്ലസ് b ഇൻറ്റു 1 - 10x. എനിക്ക് ഈ വാല്യൂ കണ്ടപ്പോൾ തെറ്റിയ പോലെ തോന്നിയായിരുന്നു. 1 - 10x. ഓക്കെ, 1 - 10 ഇൻറ്റു എക്സിന് നമ്മൾ എന്താ കൊടുത്ത 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, b ഇൻറ്റു -2 8 - 10 ആണ് -2 ഡിവൈഡഡ് ബൈ 8 അപ്പുറത്തുള്ളത് -1/8 ഈ 8 കൂടി ക്യാൻസൽ ആയി -1 കൂടി ക്യാൻസൽ ആയിട്ട് b ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അപ്പൊ b 1/2 എന്ന് കിട്ടി. അതേപോലെ എനിക്ക് ആരെയും കൂടി കണ്ടുപിടിക്കണം, എനെ കണ്ടുപിടിക്കണം. അപ്പൊ എനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തിനെ 0 ആക്കണം. അപ്പൊ ഞാൻ x ഈക്വൽ ടു 1/8 എന്ന് പറഞ്ഞപ്പോ ബിനെയാണ് കിട്ടിയത്. എക്സിന് 1/10 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, x ഈക്വൽ ടു 1/10 കൊടുക്കുകയാണെങ്കിൽ ഈ ടേം പോയി. അപ്പൊ ബാക്കിയുള്ളത് 1 - 9/10 ഈക്വൽ ടു a ഇൻറ്റു 1 - 8/10. ഓക്കെ, അപ്പോ ഇത് ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ 10 - 8 അതൊക്കെ അറിയുണ്ടാവുമല്ലോ അല്ലേ. അല്ലെങ്കിൽ 1നെ എനിക്ക് എങ്ങനെ എഴുതാം, 10/10 എഴുതാം. ഇപ്പൊ 10 - 8 എന്ന് പറഞ്ഞപ്പോ ഇവിടെ 2/10 വന്നു. അതുപോലെ ഇവിടെയും 1നെ എനിക്ക് എങ്ങനെ എഴുതാം, 10/10 എഴുതാം. അപ്പൊ 10 - 9 എന്ന് പറഞ്ഞാൽ 1/10. ഈ 10ഉം 10ഉം കൂടി ക്യാൻസൽ ആയപ്പോ എന്റെ വാല്യൂ 1/2. ഒന്നില്ലെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പയറിങ് കോൺസ്റ്റന്റ്, കമ്പയറിങ് ഫസ്റ്റ് ഡിഗ്രി, രണ്ട് മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡ് വെച്ച് നോക്കിയാലും എന്റെ വാല്യൂ 1/2 ആൻഡ് ബിന്റെ വാല്യൂ 1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ കിട്ടിയ വാല്യൂവിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്റെ അവിടെ 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ബിന്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്, നമ്മള് കണ്ടോ, g of x equal to 1/2 എന്ന് ഡിവൈഡഡ് ബൈ 1 - 10x ഉം g of x
പ്ലസ് 1/2 ഇൻറ്റു 1 മൈനസ് 8x കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ 1 മൈനസ് 10x മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 1 മൈനസ് 10x റേസ് ടു മൈനസ് 1ഉം 1 മൈനസ് 8x മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1 മൈനസ് 8x റേസ് ടു മൈനസ് 1ഉം വന്നു. അപ്പോൾ 1/2 ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, ഒരു മിനിറ്റ്, 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഞാൻ ആ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ് കാണുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, അവിടെ എക്സിന്റെ ഒക്കെ വാല്യൂ എന്താണ്, 10x. 1 പ്ലസ് 10x 10x സ്ക്വയർ 10x ക്യൂബ് എക്സെട്ര. അതേപോലെ തന്നെ 1 പ്ലസ് 8x 8x സ്ക്വയർ 8x ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ 1/2 ഞാൻ കോമൺ ആയി എടുത്തു, എല്ലാത്തിലും 1/2 ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം എന്തായിരുന്നു, ആദ്യം 10 0 ആയിരുന്നു, പിന്നെ 10 1 പിന്നെ 10 സ്ക്വയർ ആയി, പിന്നെ 10 ക്യൂബ് ആയി. അപ്പോൾ 10⁻k x⁻k നമുക്ക് മനസ്സിലായി. പിന്നീട് ഇവിടെ എന്തുണ്ടായി, ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, 8 ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ 8 1 പിന്നെ 8 2 8 ക്യൂബായി. അതേപോലെ എക്സിന്റെ സംഭവം എന്താ ഉണ്ടായിരിക്കണേ, എക്സിന്റെ അവിടെ ആദ്യം x⁻0 ആയിരുന്നു, പിന്നെ x⁻1 പിന്നെ x സ്ക്വയർ. അപ്പൊ നമുക്ക് ജനറലി എങ്ങനെ എഴുതാം, 10⁻k പ്ലസ് x⁻k പ്ലസ് 8⁻k ഇൻറ്റു x⁻k എന്ന് അങ്ങോട്ട് എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 1/2 ഇൻറ്റു 10⁻k പ്ലസ് 8⁻k ആണ് നമ്മുടെ ak എന്ന് കിട്ടി. ഓക്കെ, ഓക്കെ അല്ലേ. ak എന്ന് പറയുന്നത് x⁻k എന്ന് എഴുതരുത്, 1/2 ഇൻറ്റു 10⁻k പ്ലസ് 8⁻k. അത് കുറെ